എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്നറിയോ? നല്ല ചീരത്തോരനാണ് കേട്ടോ. കുഴഞ്ഞു പോവാതെ കളറൊട്ടും നഷ്ടപ്പെടാതെ ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചീരയുടെ ഇലയിൽ ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും തോരൻ വയ്ക്കുമ്പോൾ അത് കുഴഞ്ഞു പോകട്ടോ. അപ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആദ്യം ചീര കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകി വെള്ളം വാർത്തതിന് ശേഷം വേണം നമ്മളിത് നുറുക്കിയെടുക്കാനായിട്ട്. തോരനുണ്ടാക്കാനായിട്ട് നമുക്ക് ചെറുതായി എരിഞ്ഞെടുക്കണമല്ലോ. അപ്പം നമ്മളിങ്ങനെ ചെറുതായി എരിഞ്ഞതിന് ശേഷമാണ് കഴുകണമെങ്കിൽ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ പകുതിയും വെള്ളത്തിൽ പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നഷ്ടപ്പെടാനിടയാവും കേട്ടോ. അതുകൊണ്ട് നമ്മളിത് നുറുക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കണം എന്നുള്ളത് ഒരു ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ തോരന് വേണ്ടി തണ്ടോട് കൂടി തന്നെ നമുക്ക് ചെറുതായി അരിയാം കേട്ടോ. തണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും നല്ല മൂത്ത തണ്ടുകൾ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം തണ്ടോട് കൂടി തന്നെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചീരത്തോരൻ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളികേരം എടുത്തിട്ട് നമുക്ക് ഈ നുറുക്കിയ ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഒരുപാട് അളവിൽ എടുക്കേണ്ട. ചീര ഇപ്പോൾ വലിയ അളവിലുണ്ടെങ്കിലും അത് വെന്ത് വരുമ്പോൾ നന്നായി കുറഞ്ഞു പോകുമല്ലോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഒന്ന് വാടുമ്പോഴേക്കും ചീര തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഞാനൊരു 2 പിടി നാളികേരമാണ് എടുത്തത്. എന്നിട്ടത് നമുക്കിങ്ങനെ കൈവച്ചൊന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ചീരയിൽ ഇത് തിരുമ്പി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളിയും പിന്നെ ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ചതച്ചത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മൂത്ത് വരുമ്പോൾ 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വറ്റൽമുളക് മാത്രമാണ് എരിവിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടി ഉപയോഗിക്കണില്ല കേട്ടോ. ഇപ്പം തന്നെ ആവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ജീരകം അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചീര ഇട്ട് കൊടുത്തപ്പോൾ ഈ ചട്ടി നിറയെ ചീര ഉണ്ട് കേട്ടോ. എന്നാലും ആദ്യം ഒന്ന് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. എന്നാലും മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ആവി കയറുമ്പോഴേക്കും നന്നായി താന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ശ്രദ്ധിച്ചൊന്ന് 2 വട്ടം ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചീര വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് താഴ്ന്നു പോകുന്നു പറഞ്ഞിട്ട് നമ്മളിത് മൂടി വയ്ക്കും. അങ്ങനെ മൂടി വെക്കരുത് കേട്ടോ. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ചീര എപ്പോഴും തുറന്നിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ചീര മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇളക്കി കൊടുത്തപ്പോൾ തന്നെ അത് നന്നായി താഴ്ന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ അടച്ച് വെച്ചോ അതുപോലെ തന്നെ വെള്ളം തളിച്ചോ അങ്ങനെയൊന്നും വേവിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല കേട്ടോ. അതുപോലെ തന്നെ നാളികേരം ഇടയിലിട്ടത് കൊണ്ട് ഇത് വല്ലാണ്ട് ഒട്ടി അങ്ങനത്തെ ഒരു പരിവാവില്ല ഈ തോരൻ. ഞാൻ കണ്ടില്ലേ, ഇത് ഒന്ന് തൊടാത്ത രീതിയിൽ ഉലർന്ന് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ സമയത്ത് ഇനി ഇത് അധികം താന്നു പോവില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ വലിയൊരളവല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയില്ല. ഇല പൊന്തിയിരിക്കുമ്പോൾ എത്രത്തോണ്ട് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ഉപ്പ് എങ്ങനെ ഇട്ടാലും അധികമാവും കേട്ടോ. അപ്പോൾ നമ്മളിത് താഴ്ന്നതിന് ശേഷം അതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇലക്കറി ആയതുകൊണ്ട് വെന്തതിന് ശേഷം ഉപ്പിട്ടാലും നല്ലപോലെ എല്ലായിടത്തും ഉപ്പ് പാകത്തിന് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, തീരെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ കളർ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല തോരൻ റെഡി ആയിട്ടുണ്ട്. ചീരയുടെ ഭംഗി ഒട്ടും നഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ തോരൻ ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചീര തോരൻ